ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്, അതുപോലെ പറയാൻ പോകുന്നത്, ഒരു 1500 VA നമ്മുടെ 12 വോൾട്ട് ഒരു ബാറ്ററി സിസ്റ്റത്തിൽ കൊടുക്കുന്ന മാക്സിമം ലോഡ് എടുക്കുന്ന ഒരു ഇൻവെർട്ടറിനെ കുറിച്ചാണ്. ഈ ഇൻവെർട്ടറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ നിലവിൽ 1350 VAയുടെ ഇൻവെർട്ടറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് സോളാറിന് കൊടുക്കുന്നതും നമ്മുടെ വീട്ടിലൊരു സാധാരണ ഇൻവെർട്ടറിന് നമുക്ക് ബാറ്ററി കൊടുക്കുന്നതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചാണ്. എന്നാൽ ഇതിന് മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചാൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 2.5 VA ഇൻവെർട്ടറാണ് നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, ഒരു ടവർ ടൈപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മേന്മകളൊക്കെ അറിയാമല്ലോ. ഞാൻ ഒട്ടനവധി വീഡിയോകൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ 12 വോൾട്ട് സിസ്റ്റത്തിൽ കുറഞ്ഞ സമയത്ത് നമുക്ക് ഹെവി ലോഡുകൾ ഉപയോഗിക്കാൻ. സാധാരണ നമ്മൾ 24-36 വോൾട്ട് സിസ്റ്റത്തിലേക്ക് 2 ബാറ്ററി 3 ബാറ്ററി സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകും. അതൊന്നും വേണ്ട. നമുക്ക് കുറഞ്ഞ സമയത്ത് ഹെവി ലോഡ്, കൂടുതൽ ദൈനംദിനം നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ 2 മണിക്കൂർ ഉപയോഗിക്കേണ്ട ലോഡല്ല കേട്ടോ പറയുന്നത്. നമുക്ക് 12 വോൾട്ട് സിസ്റ്റത്തിൽ കുറഞ്ഞ സമയത്ത് നമുക്ക് ഹെവി ലോഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഇൻവെർട്ടറിന് പ്രത്യേകത എന്താ വെച്ചാൽ 1500 VA ഉണ്ടാവുന്നതിന്. 1500 VA എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1200 വാട്ട്സ് നമുക്ക് ലോഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഇത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരെ എങ്ങനെയൊക്കെയാണോ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു സുജാത മിക്സിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിലായാലും വാട്സപ്പിലായാലും കോളുകളായിട്ട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ തന്നെ ഇടാനില്ല. കാരണം ഇതെന്താ വെച്ചാൽ, എൻ്റെ വീട്ടിലൊരു സുജാതൻ്റെ മിക്സി ഉണ്ട്. അത് വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ തന്ന 1300 അല്ലെങ്കിൽ 1000 VAയിൽ ഒന്നും ലോഡ് എടുക്കുന്നില്ല, അത് കട്ട് ഓഫ് ആവണമെന്ന്, ഓവർലോഡ് അടിക്കുകയാണെന്ന് പറയും. അതെന്താ ചോദിച്ചാൽ, നമ്മുടെ സാധാരണ മിക്സിയൊക്കെ 250, 500, 750 ഒക്കെ മാക്സിമം വരിക. അത് 750 വാട്ട്സ് നമ്മുടെ ലോഡ് എടുക്കുന്ന മിക്സിയൊക്കെ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ 900 വാട്ട്സ് ഒക്കെ വരും. അത് നമ്മൾ സാധാരണ ഇൻവെർട്ടർ എടുക്കും. പക്ഷേ സുജാത പോലത്തെ നമ്മൾ വീട്ടിലത്തെ വിഷയമായിട്ടാണ് പറയുന്നത്. സുജാത പോലത്തെ വീട്ടിലത്തെ മിക്സികളൊക്കെ 900-950 വാട്ട്സാണ് ലോഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടെയാണ് നമുക്ക് ഇവൻ വില്ലനായിട്ട് നമുക്ക് വരുന്നത്. ഇവനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ 2-3 ഫാൻ ഉണ്ടായിക്കോട്ടെ, നമുക്ക് 100% നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിനോടൊപ്പം എനിക്കൊരു മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു 2-3 അക്ഷരമാണ്, പേരൊന്നും പറയുന്നില്ല. ഞാൻ അതിനൊരു ഉദാഹരണം ഒരു നമ്പർ പറഞ്ഞുതരാം. ഒരു ABC 1600, 1800 എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻവെർട്ടറുകളൊക്കെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. നല്ല കമ്പനിയാണ്, ബ്രാൻഡ് നെയിമാണ്. ഞാൻ ആ ഫസ്റ്റത്തെ അക്ഷരം പറഞ്ഞാൽ നിങ്ങൾക്ക് തീർത്തും അറിയാം, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഇൻവെർട്ടറുകളൊക്കെ വെച്ചിട്ട് പോലും എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാണ്, എന്താ എൻ്റെ സുജാത പോലത്തെ ഹെവി ലോഡ് മിക്സി വർക്ക് ചെയ്യിക്കാൻ കഴിയണില്ല, ഇനി അതുമായിട്ട് വർക്ക് ചെയ്യിച്ചാൽ അവിടെ ഒരു ലൈറ്റോ ഒരു ഫാനോ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. എന്നാൽ അവിടെയാണ് നമുക്ക് ഇവൻ്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. ഇത് ഫുൾ കോപ്പറാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇനി കൂടുതൽ പറയുന്നില്ല, ഒട്ടനവധി വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 2-3 ഫാനും ഒരു ലൈറ്റ് നിങ്ങൾ വർക്ക് ചെയ്യിച്ചോളൂ, നിങ്ങൾക്ക് തീർത്തും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മിക്സിയൊക്കെ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊന്നും നമ്മളിങ്ങനെ മിക്സി ആട്ടണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ 2 മിനിറ്റൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത്തരത്തിൽ നമുക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കൂടുതൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഷോപ്പുകാർക്ക് എത്ര ഒരു ബാറ്ററിയിൽ വെച്ചിട്ട് നമുക്ക് ഈ സ്കാനർ അതുപോലെ പ്രിൻ്ററൊക്കെ പോലത്തത് ഈ 1000-1100 ഒക്കെ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു ബാറ്ററിയിൽ അവർക്ക് എന്താ വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഉപയോഗിക്കുന്ന സ്റ്റേജ് അല്ല ടൈം പറയുന്നത്. അതൊക്കെയാണ് നമുക്കൊരു 2 ബാറ്ററി വെച്ചിട്ട് 24 വോൾട്ട്, അത് 4 ബാറ്ററി 48 വോൾട്ട് സിസ്റ്റം ഒക്കെ ചെയ്യേണ്ടി വരും. ഇത് ചെറിയ ഒരു സ്കാനിങ് ചിലപ്പോൾ 1 മിനിറ്റ്, അതുപോലെ ഒരു പ്രിൻ്റർ എടുക്കാൻ വളരെ കുറഞ്ഞ സമയം. അതിനൊക്കെ നമുക്ക് ഇവന് നല്ല യൂസായിട്ട് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇനി ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി. ഇങ്ങോട്ട് വരും. ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഫുൾ കോപ്പറിനെ കുറിച്ചിട്ട് ഞാൻ മറ്റൊറ്റ
ഒട്ടനവധി വീഡിയോകൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് കുറച്ച് ഗേജ് കൂടിട്ടോ കുറച്ച് വലുപ്പം കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഹെവി ലോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് 24 വോൾട്ടിൻ്റെ ബോർഡിൻ്റെ ഒക്കെ സെയിം 12 വോൾട്ടിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഹെവി ലോഡുകളൊക്കെ വരുമ്പോൾ നമുക്ക് ട്രിപ്പ് ആവുന്ന വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ 1350 VL നമുക്ക് അതിൽ ഓൾറെഡി നമുക്ക് അതിൽ സർജ് പ്രൊട്ടക്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ നമ്മൾ ഒരു ബ്രേക്കർ സിസ്റ്റം കൂടി വെച്ചിട്ടുണ്ട്. ഇത് ട്രിപ്പ് ആവും. എന്തെങ്കിലും ഹെവി ലോഡ് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രിപ്പ് ആവും. അത്തരത്തിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് സോളാറിന് വെക്കണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇതിൽ നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളിതിൽ സെറ്റാണ്. പിന്നെ കൂടാതെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോൾ കാലങ്ങളൊക്കെ നമ്മൾ മാറി വരികയാണ്. അത് നമ്മുടെ ടെക്നോളജിയൊക്കെ മാറി വരികയാണ്. നമ്മുടെ ബാറ്ററിയുടെ ഒരു സിസ്റ്റങ്ങളൊക്കെ മാറി വരാൻ പോവുകയാണ്. ലിഥിയം ഫോസ്ഫേറ്റ്, ലിഥിയം ടൈറ്റാനിയം, ലിഥിയം അയൺ ബാറ്ററികൾ അതിനൊക്കെ അതിൻ്റേതായ കാലം 5 വർഷമാണെങ്കിൽ മറ്റോ 10 വർഷമാണെങ്കിൽ മറ്റത് 25 വർഷം ഓരോ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നില്ല. ഭാവിയിലൊക്കെ ഞാൻ വരാം. ഏതായാലും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അത് നമ്മൾ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചാണ് VGA പോർട്ട്. ഈ VGA പോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിഥിയം അയൺ, ലിഥിയം ടൈറ്റാനിയത്തിലൊക്കെ നമുക്ക് ഇതിൽ 10 വോൾട്ടിൽ ഡിസ്ചാർജ് ആണെങ്കിൽ കട്ട് ഓഫ് ആണെങ്കിൽ നമുക്ക് ലിഥിയം ടൈറ്റാനിയം പോലത്തെ ബാറ്ററികളൊക്കെ അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളിലൊക്കെ നമുക്ക് 9-8.5 വോൾട്ടിൽ നമുക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ സാധാരണ ഇൻവെർട്ടറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആ വോൾട്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതൊക്കെ ഓൾറെഡി ഒരു സെറ്റാണ്. ചിലതിൽ ബോർഡ് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ സിമ്പിളായിട്ട് ആർക്ക് പോലും ഇത്തരത്തിൽ അതിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് സെപ്പറേറ്റ് ടെക്നീഷ്യന്മാർക്കൊക്കെ ഉള്ളതാണ്. സെപ്പറേറ്റ് നമുക്ക് ഇതിൽ സ്ലോട്ടിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ആ വോൾട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ലിഥിയം അയണിൻ ബാറ്ററിക്കും അതുപോലെ ടൈറ്റാനിയം ഫോസ്ഫേറ്റ് ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചതിൻ്റെ ഭാഗം കേട്ടോ. നിങ്ങളെ ഇൻവെർട്ടറിൽ ഇത് നടക്കുമോ കാര്യങ്ങൾ? ഇത് നമ്മളെ ഇൻവെർട്ടർ എന്നല്ല പറയുന്നത്, മൊത്തത്തിലുള്ള അസംബിൾഡ് ഇൻവെർട്ടറുകളിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അത്തരത്തിലുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഭാവിയിൽ നമ്മുടെ ഇപ്പോൾ ട്യൂബുലർ ബാറ്ററികളൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊക്കെ നമ്മൾ അഡ്വാൻസ് കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ലിഥിയം അയൺ ബാറ്ററി അതിനെക്കുറിച്ച് ഇപ്പോൾ സത്യത്തിൽ വീഡിയോ ചെയ്യാത്തത്. അത് മാർക്കറ്റിൽ നല്ല നല്ല കമ്പനികളൊന്ന് കൊണ്ടുവരട്ടെ. അതിൻ്റെ പ്രാക്ടിക്കൽ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് കാണാത്തോ അറിയാത്തതോ അല്ല, ഒരുപാട് ആളുകൾ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ UPS മോഡ് കാര്യങ്ങൾ, ബ്രേക്കർ, ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 1350 VL 12 മോസ്ഫെറ്റുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ 16 മോസ്ഫെറ്റുകൾ കൊടുത്ത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ആർക്കും എവിടുന്ന് ഒരു കമ്പോണൻസ് വാങ്ങി നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, എനിക്ക് മറ്റൊരു കാര്യം പറയുന്നത്, നമുക്ക് ഈ ഇൻവെർട്ടറൊക്കെ സാധാരണ വീട്ടിലെ നോർമൽ യൂസിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത് ഇത്ര ഹെവി ലോഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നല്ല അത് ഉപയോഗിക്കാൻ പറ്റും, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നാണ്. ഇങ്ങോട്ട് കാണിക്കും. ഇതിൽ നമ്മൾ 60 ആംപിയറിൻ്റെ 24 വോൾട്ടിൻ്റെ MPPTയെ കുറിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ MPPTകളായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ വരുന്നു. ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ കമ്പനിയോടും പറയില്ല. ഇത്തരത്തിലൊക്കെ ഒരുപാട് നമ്മുടെ ഈ ഇൻവെർട്ടർ ആയാലും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അസംബിൾ ചെയ്യുന്ന, നല്ല രീതിയിൽ കോയിൽ വൈൻഡിങ് ചെയ്യുന്ന ഇതുണ്ട്. ഇത് ഏകദേശം കണ്ടോ, ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചാൽ ഈ ഫെറൈറ്റ് കൊല്ലം മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടില്ല. 10-16 വീഡിയോകൾ ഞാൻ സോളാറുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇത് 60 ആംപിയറിൻ്റെ 24 വോൾട്ടിൻ്റെ ഒരു MPPT ആണ്. ഇതിൽ കണ്ടോ, ഇവനാണ് ഇതിൻ്റെ മാസ്റ്റർ, വില്ലൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ വീതി കണ്ടോ. അപ്പോൾ നമുക്ക് 40 ആംപിയറിൻ്റെ MPPTക്ക് ഇതിൻ്റെ പകുതി വീതിയായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളോട് തീർത്തും പറയുന്നു, നമ്മുടെ മാർക്കറ്റിലൊക്കെ അല്ലേ MPPTയുടെ ഈ ഒരു കോയിലിൻ്റെ 1/3 ഭാഗം പോലും ഇതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആംപിയറിൻ്റെ എഫിഷ്യൻസിയുടെയും കാര്യത്തിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയുന്ന ഒരു കമ്പനിയുടെ ആൾ, ഞാൻ സ്ഥലം പറയുന്നില്ല, കമ്പനിയുടെ ആൾ, ഒരു മെയിൻ കമ്പനിയുടെ ആളാണ്, ഒരു MPPT ഇൻവെർട്ടർ ഉണ്ടാക്കേണ്ട ആളാണ്. അവൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്കൊന്ന് തരും, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എനിക്ക് വെക്കാനാണെന്ന്. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി അയാൾ കണ്ടാൽ എനിക്ക് എന്താ വിഷയം ഉണ്ടാകുക അറിയില്ല, ഞാൻ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഞാൻ കൂട്ടത്തിലൊന്ന് പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി, നിങ്ങൾക്ക് ഇത് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഏതായാലും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.